ബ്രദേഴ്സ് ലിവ് ഇൻ യൂണിറ്റി, സഹോദരന്മാർ ഒത്തൊരുമിക്കട്ടെ. സങ്കീർത്തനം 133 എടുക്കുന്നത്. പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, മാറി നിൽക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഒന്നിച്ചാകണം. അതുപോലെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ ലിംഗം, ആത്മാവിന് ലിംഗമില്ല. അവിടെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച്, ഭർത്താവിനെ വിളിക്കുമ്പം ഭാര്യയുടെ പേര് അതിൻ്റെ അകത്തുണ്ട്. ആദം എന്ന് വിളിച്ചപ്പോൾ ആദം ഔവായുമാണ്. അതാണ് ദ ബ്ലൂ പ്രിൻ്റ്. അതൊന്ന് മാറ്റി നമുക്ക് പലതും ചെയ്യാൻ നോക്കും. പക്ഷെ അതല്ല, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആദം ആൻഡ് ഈവ് ഒന്നിച്ചാണ്. ആദം എന്ന് വിളിക്കുമ്പോൾ അവ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ മാറി നിൽക്കുന്നവർ ഒന്നിച്ചാകണം. വിവാഹം കവനൻ്റാണ്, ഉടമ്പടിയാണ്. അവർ തിരിച്ചു വരണം. മക്കൾ, പല മക്കളുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ട്വിൻസ് ഒന്നിച്ചുണ്ടാകുമ്പം ആണും പെണ്ണും ഉണ്ടാകുന്നെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചാൽ അവർക്ക് പിന്നെ ആയുസ് കുറയുമെന്ന് പറഞ്ഞാൽ ഒരാളെ മാറ്റി നിർത്തും. അങ്ങനെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിന് ഇതൊരു ട്വിൻസ് ഉണ്ടായപ്പം മകളെ എൻ്റെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഞങ്ങളുടെ കൂടെ ഒന്ന് വളർത്തിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ദീസ് ആർ തിങ്സ് വിച്ച് പീപ്പിൾ ഡു. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ച് ജീവിക്കേണ്ടവർ ഒന്നിച്ച് തന്നെ ജീവിക്കണം. സഹോദരി സഹോദരന്മാർ ഒന്നിച്ച് കഴിയണം. ഭാര്യ ഭർത്താക്കന്മാർ എത്ര പ്രയാസം ഉണ്ടെങ്കിലും ഒന്നിച്ച് നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ശത്രു പുറത്താകും. ഇതിപ്പം നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാർ ഈവൻ 70 വയസ്സൊക്കെ ആയിട്ടും ഡിവോഴ്സ് ചെയ്യുന്നത് വളരെ കോമണായി മാറുകയാണ്. അപ്പോൾ ഇവർ സംഭവിക്കുന്നത് ഉള്ളിൽ പിശാച് വരുന്നതിനാൽ നമ്മളെ ആരെങ്കിലും ഒരാളെ പുറന്തള്ളുകയാണ്. അത് ജഡത്തിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ, ആത്മാവിൽ അത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആത്മീക ഗോളത്തിൽ നിൽക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ സത്യം അറിയുക, ആ സത്യത്തിലേക്ക് കടന്നു വരിക. ഒന്നിച്ച് വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലം വരണം. അപ്പോൾ ഇത്രയും നാളും ഞാൻ ആ വചനത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചത്. അപ്പം നമുക്ക് വചനത്തോടുള്ള സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം ദൈവവചനത്തോടും ദൈവത്തോടും ആയി. ഈ വചനം കേട്ടിട്ടുള്ളവരോട് ഞാൻ അപ്പോൾ നമ്മൾ വി ആർ ബിക്കം ഡിഫറെൻറ്റ്. വചനം കേട്ടാൽ ക്രിയ ചെയ്യും. അപ്പോൾ നമ്മൾ വ്യക്തികൾ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളതിനെല്ലാം വ്യത്യാസം വരും. നേരത്തെ നമുക്ക് ഹേർട്ടായിട്ട് തോന്നിക്കുന്നത് ഇപ്പോൾ അത്രയും ഹേർട്ടാവില്ല. നമ്മളെക്കുറിച്ച് ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് കുറ്റം പറഞ്ഞാലും പരിശുദ്ധാത്മ പറയും അനങ്ങണ്ടെന്ന് പറയും. അങ്ങനെ ഈ അടുത്തിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്തൊക്കെയോ നമ്മൾ ആത്മാവിൽ ഓരോന്ന് ചെയ്യും, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പം അവർ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞോട്ടെ, നിനക്കെന്ത് വേണം, അവർ പറഞ്ഞോട്ടെ. അങ്ങനെ ഒരു വലിയൊരു വിടുതൽ നമ്മളെ അല്ല, ഇത് ആത്മീയ കോളത്തിലുള്ള യുദ്ധമാണ്, ഇത് സത്യം കേൾക്കുമ്പോൾ ചിലർക്ക് പിടിക്കുന്നില്ല എന്നൊക്കെ തോന്നിക്കുന്നെങ്കിൽ നമ്മളോട് ആത്മാവ് നീ അവിടെ നിൽക്കുക, ഞാൻ ഐ ആം ഇൻ ചാർജ്. നമ്മളെ വീതം വയ്ക്കുമ്പം കണ്ടിട്ടുണ്ടോ? ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തിന് വേണ്ടി എല്ലായിടത്തും വഴക്കുണ്ട്. എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. വീതം വെക്കുന്നതിന് മുമ്പ് ഡോക്ടറിൻ്റെ അപ്പച്ചൻ മക്കൾ തമ്മിൽ വഴക്കുണ്ടാകുന്നതെന്ന് കണ്ടിട്ട് അപ്പച്ചൻ മുട്ടുകുത്തി അവരുടെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ തീഷ്ണതയും പിന്നെ ഉറപ്പും ദൃഢതയുമുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടറിൻ്റെ അപ്പൻ. പക്ഷേ മക്കൾ തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ടപ്പോൾ അപ്പച്ചൻ മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളോട് ക്ഷമ ചോദിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്? അതൊക്കെയാണ് മഹത്വം ഒരു മനുഷ്യൻ്റെ. അല്ലാതെ നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചേച്ച് പിള്ളേർക്ക് കൊടുക്കുന്നതല്ല. അതിലെങ്ങനെ അത് കൈകാര്യം ചെയ്യാനുള്ള കൃപ അത് തലമുറയായിട്ട് പാസ് ചെയ്യട്ടെ. ഒരിക്കലും ഇതിൻ്റെ പേരും പറഞ്ഞ് തലമുറയിൽ വഴക്കുണ്ടാകാൻ ഇടയാകല്ല. ഇതൊക്കെ വളരെ കോമൺ ആണ്. എന്തിനാ? കുടുംബങ്ങളിലുണ്ട്, ചർച്ചിലുണ്ട്, സഭകളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എവിടെയെല്ലാം നമുക്ക് ദൈവം എന്തെങ്കിലും സ്വത്ത് തന്നിട്ടുണ്ടോ അവിടെയെല്ലാം കലക്കത്തിൻ്റെ ആത്മാവ് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിൽ ഉറച്ചു നിന്ന് നമുക്ക് മുൻപോട്ട് പോകാം. സങ്കീർത്തനം 133 ഇങ്ങനെ വായിക്കുന്നു: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. ശരി, ഇവിടെ സഹോദരന്മാർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നമുക്ക് പറയാം ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനും അമ്മയും മക്കളും. കുടുംബമായിട്ടുള്ള ജീവിതം ഇപ്പോൾ ഇല്ലല്ലോ. കുടുംബജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എന്തിനു പറയുന്നു? ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉൾക്കൊള്ളാൻ വയ്യ, ഭർത്താവിന് ഭാര്യ ഉൾക്കൊള്ളാൻ വയ്യ, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ നോക്കൂ. തലമുറകൾക്ക് ആർക്കും നേരമില്ല. അതുകൊണ്ടല്ല ദൂരെ ഇരിക്കുന്നവർക്ക് ഒന്നിച്ച് സ്നേഹം വരും, ഒന്നിച്ചിരിക്കുന്നവർ വെറുക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇതിൽ ആത്മീയ ഗോളത്തിൽ കണ്ടിട്ട് നമ്മൾ പറയണം, നമ്മളെ ദൈവം യോജിപ്പിച്ച കുടുംബം ഒന്ന്. അതിനകത്ത് ജോഷുവ പറഞ്ഞ വാഗ്ദത്തമാണ്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് പ്രായവ്യത്യാസമല്ല, മുൻപിൽ നിൽക്കുന്ന ആളിൻ്റെ ആ ഉറപ്പാണ്. അത് ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. കാരണം ആത്മാവിൽ ഒരാളെങ്കിലും അധികാരമെടുത്ത് സംസാരിക്കണം. യു ആർ ടേക്കിംഗ് അതോറിറ്റി ഓവർ ദ ടെറിട്ടറി. അത് നമ്മളെ ഒരു വീട് തന്നാൽ നമുക്കൊരു 4 സൈഡിൽ മതിൽ കെട്ടിക്കഴിഞ്ഞ് ഒരു ഗേറ്റും വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാം.
4 സൈഡിൽ നിന്നും പിശാച് കയറി വരുമില്ല. അതുപോലെ തന്നെയാണ് ആത്മീയ കോളത്തിൽ വേലി കെട്ടി പഠിക്കണം. വളരെ ഞാൻ എവിടെ സുവിശേഷത്തിന് പറയാൻ പോകുമ്പോൾ ആദ്യം എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവം വേലി കെട്ടണമെന്ന്. അതിരില്ലാതെ അതായത് സമാഗമന കൂടാരം പഠിച്ചിട്ടുള്ളവർക്കറിയാം 3 ഘട്ടങ്ങളാണ്. ഒന്ന് പ്രാകാരം എന്ന് വെച്ചാൽ ഔട്ടർ കോട്ടാണ്. ഈ ഔട്ടർ കോട്ടിന് ഒരു മതിൽ, പിന്നെ നല്ല കട്ടിയുള്ള ഒരു വലിയ മതിൽ അതിന് ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ട്. മരുഭൂമിയിലായിരുന്നപ്പോൾ അവർ പിന്നെ ഈ സീലിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. ഒരിക്കലും അങ്ങനെ മരുഭൂമിയിൽ അഴുക്കാകാത്ത സാധനങ്ങൾ വെച്ച് മതിൽ കെട്ടുന്നത് കാണാം. പിന്നെ അതിനകത്തുള്ളത് വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലവും അവർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനും നല്ല കട്ടിയുള്ള തോല് തന്നെ ഉപയോഗിച്ചത്. പിന്നെയാണ് അതിവിശുദ്ധ സ്ഥലം, കേട്ടൻ ഇട്ടിട്ട് അതിൻ്റെ പുറകിൽ. അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്തൊന്നും എല്ലാവരും ഒന്നും കയറ്റത്തില്ല. വി കനോട്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെയും നിങ്ങളുടെയും അതിവിശുദ്ധ സ്ഥലത്ത് പ്രായം ചെന്ന് വലിയപ്പച്ചൻ തൊട്ട് അപ്പച്ചൻ തൊട്ട് മക്കൾ തൊട്ട് കൊച്ചുമക്കൾ വരെ എല്ലാവരുടെയും അതിവിശുദ്ധ സ്ഥലത്ത് ഒരാൾ മാത്രമേ ഇരിക്കത്തുള്ളൂ, ദൈവം തമ്പുരാൻ, ക്രിസ്തു മാത്രം. പരിശുദ്ധാത്മാവ്, തൃത്വമാവുന്ന പിതാപുത്ര പരിശുദ്ധാത്മാവ് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് ഇരിക്കാവൂ. അങ്ങനെ ചെയ്തെങ്കിൽ ഈ വാക്യം പ്രയോജനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക, എത്ര ശുഭവും എത്ര മനോഹരം. വഴക്കുണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനോഹരമാക്കി ഒരു കുടുംബജീവിതം നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ തമ്മിൽ വഴക്കുണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സഭയിലും ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്ന അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെ. അതായത് സ്വർഗത്തിൽ നിന്ന് തൈലം ഒഴിക്കുമ്പം അഭിഷിക്തനായവൻ്റെ മേളിലാണ് അത് വീഴുന്നത്. പഴയ നിയമത്തിൽ മഹാപുരോഹിതനായിട്ട് അഹറോനെയാണ് വെച്ചിരുന്നത് എങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളെ ഓരോരുത്തരെയും കുടുംബത്തിലെ നാഥൻ ആരാണ്? അവരെ ദൈവത്തിൻ്റെ അഭിഷിക്തനായിട്ട് കണ്ടിട്ട് അവരുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലം വീണിട്ട് അത് വീട്ടിനകത്ത് തലമുറയിലേക്ക് ഒഴുകുന്നതായിട്ട് നമ്മൾ കാണണം. മനസ്സുകൊണ്ട് കാണുക. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് അറ്റ് ഓൾ. ഇത് എളുപ്പം ചെയ്യാവുന്ന കാര്യമായിട്ടാണ് വചനം എഴുതി. പല പ്രാവശ്യം എടുത്ത് വായിച്ചിട്ട് പ്രാർത്ഥിക്കുക. അഹറോൻ്റെ താടിയിൽ, അഭിഷിക്തൻ്റെ താടിയിൽ കൂടെ ഒഴുകുന്നത്. ചിലപ്പോൾ അപ്പനായിരിക്കും, ചിലപ്പോൾ അമ്മയായിരിക്കും അധികാരം എടുക്കുന്നത്. ചിലരെ കുറേ അബിഗേലിനെ ഉണ്ടാക്കിയെന്ന് ദൈവം എന്നോട് ഈ വചനം പറയുന്നതിന് മുമ്പ് ദൈവം എന്നോട് ഒരു ദിവസം പറഞ്ഞു, നീ കുറേ അബിഗേലിനെ ഉണ്ടാക്കാൻ. കാരണം എന്തുവാ? പുരുഷന്മാർ പുരുഷത്വം എടുത്തില്ലെങ്കിൽ കുറേ സ്ത്രീകളെങ്കിലും മുൻപോട്ട് വന്ന് കുടുംബം നിലനിർത്തട്ടെ എന്ന്. ഒരു സ്ത്രീയാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യം. അവളാണ് വിളക്ക്. ആ വിളക്കില്ലാതെ എങ്ങനെ കാണിച്ചാലും അവിടെ പ്രകാശം. ആ ഒരു ഏരിയയിലെ വിളക്കില്ല അവിടെ. പിന്നെ കുടുംബം നമ്മൾ നയിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് കർത്താവിനൊരു ഒരു ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ നിൽക്കാൻ പഠിക്കുക. അതിൻ്റെ തലയിലെ വിശേഷ തൈലം പോലും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിക്കുന്നത്. ഹെർമോന്യ മഞ്ഞ്, അതായത് സിയോൻ പർവ്വതത്തിൽ ആ മഞ്ഞെന്ന് പറയുന്നത് മനോഹരമായിട്ട് അതിനെ കവർ ചെയ്തങ്ങ് നിൽക്കുകയാണ്. നമുക്ക് ചുറ്റും ഒരു കവറിങ് ആവശ്യമുണ്ട്. വി ആർ നെവർ എക്സ്പോസ്ഡ്. ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും വസ്ത്രം കൊണ്ട് മൂടും. പിശാചിൻ്റെ തങ്ങളെല്ലാം വസ്ത്രം ഇല്ലാതെ വസ്ത്രം അഴിച്ചു വേണം. പിശാച് എപ്പം മനുഷ്യൻ്റെ മുമ്പിൽ അപ്പിയരും അവന് വസ്ത്രമില്ല. ആരെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും വസ്ത്രമില്ലാതെ കാണുന്നു എങ്കിൽ, ദർശനത്തിൽ ആത്മീയ ഗോളത്തിൽ കാണുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടിട്ടില്ല. അഹറോൻ്റെ താടിയിൽ നിന്ന് വിശുദ്ധ തൈലം അവരുടെ മേൽ വീഴുന്നില്ല. മനസ്സിലാക്കി. അത് കണ്ടാൽ ഉടനെ അവിടെ നിൽക്കരുത്. വെച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ നിൻ്റെ കീറിപ്പോകാത്ത ജീവൻ്റെ വസ്ത്രം അവരെ ഉടുപ്പിക്കുക. 1. 2, നിൻ്റെ തൈലം, സുഗന്ധ തൈലം, ദൈവത്തിൻ്റെ ജീവതൈലം അവരുടെ മേലോട്ട് ഒഴുക്കിയിട്ട് ദൈവവചനത്തിൽ ആകർഷിച്ച് അവരെ നിൻ്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. നീ അവരെ അംഗീകരിക്കണമേ. അത് നമ്മൾ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യേണ്ടതാണ്. ഓരോ കുടുംബത്തിനും വേണ്ടതായിട്ടുള്ള വചനം ദൈവം നമ്മളെ കാണിക്കുന്നുണ്ട്. വചനം എടുക്കും തോറും നമ്മൾ ആഴത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പുതിയ നിയമത്തിൽ പിന്നെ പത്രോസിൻ്റെ 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, എല്ലാ കുടുംബങ്ങളും അന്ധകാരത്തിലാണ് കഴിയുന്നത്. ഒന്നല്ലേ വേറൊരു തരത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരിലും ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാരിൽ ഉണ്ടാകുന്നില്ലേ? ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എരിവുള്ള ഭക്ഷണം, മറ്റേ ആൾക്ക് എരിവേ വേണ്ട. അതും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരില്ലേ? അറിയാതെ എരിവ് കൂടിയാൽ പാത്രം വലിച്ചെറിയുന്നവരില്ലേ? അതുപോലെ വഴക്കിന്
നമ്മളുണ്ടാക്കുന്ന വളരെ സന്തോഷത്തോടെ ഉണ്ടാക്കി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ല, അത് മതി അവർക്ക് ഹേർട്ട് ചെയ്യാൻ. സോ എവറി ഏരിയ വി നീഡ് ദി ഗ്രേസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കണം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മ. ഒന്നാമത് നമുക്ക് ടെൻഷൻ ഇല്ലാതാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ട് എന്നുള്ള സമാധാനം കൊണ്ട് ആദ്യം നമ്മളെ നിറയ്ക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കും. കർത്താവാണ് ഇതിൻ്റെ നായകൻ. നമ്മൾ പണ്ട് വീടുകളിലൊക്കെ എല്ലാ കോൺവെർസേഷൻ്റെയും ഉടമസ്ഥൻ ദൈവം. ഗോഡ് ഹിയേഴ്സ് അവർ കോൺവെർസേഷൻ എന്നൊക്കെ ചില ഭവനങ്ങളിൽ എഴുതി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശബ്ദങ്ങളുടെ പിച്ച് പോലും മാറിയാൽ പിശാച് കളിക്കുന്നുണ്ട്. സോ വി നീഡ് ടു ബി ബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. സഹോദരി സഹോദരന്മാരൊന്നിച്ചാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരൊന്നിച്ചാകട്ടെ. ഇതൊരു ട്രംപറ്റ് കോളാപ്പിച്ച. മക്കളെ മാറി നിൽക്കുന്നവരൊന്നിച്ചാകട്ടെ. മാതാപിതാക്കളെ അറിയാൻ വയ്യാത്തവർ എവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ അവരൊന്നിച്ചു വരട്ടെ അപ്പച്ച. ഇതൊക്കെ നിനക്ക് സാധിക്കും. ബുദ്ധിയില്ലാത്തവർക്ക് ഈ അൽസൈമേഴ്സ് ഡിസീസൊക്കെ പിശാചിൻ്റെ തന്ത്രം അപ്പച്ച. അങ്ങനെ ബുദ്ധിയില്ലായ്മയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ അപ്പച്ച. ബുദ്ധി മറവിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ വാർദ്ധക്യത്തിൽ കർത്താവേ ഫലം കായ്ക്കേണ്ട വൃക്ഷങ്ങളായിട്ട് നിൽക്കേണ്ടവയ്ക്ക് ബുദ്ധിയില്ലായ്മ വന്നേച്ച് നമ്മൾ ഓരോ പേരും പറഞ്ഞേച്ച് അതും സാറ്റിസ്ഫൈഡ് നിൽക്കാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇവരെല്ലാം കൊണ്ടുവന്ന് ആത്മാവിൽ പ്രവർത്തിക്കാൻ ഇടയാക്കണമേ. അടിയൻ ഓർക്കുന്ന കർത്താവേ, ഒരു ഭവനത്തിൽ അവരുടെ അമ്മയ്ക്ക് ഓർമ്മയില്ല, ഇനി ഒന്നും ചെയ്യത്തില്ല. അവരോട് ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവവചനം എടുത്തു കൊടുക്കേ. ഇന്നിപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വചനം പറയാനും പ്രാർത്ഥിക്കാനും നല്ല ഓർമ്മയുണ്ട്. അതുപോലെ ബാക്കി എന്തൊക്കെ ഓർക്കാനിരിക്കുന്നത്, ആത്മാവിൻ്റെ ഓർമ്മയിലേക്ക് ഇവരെ കൊണ്ടുവരണമേ. മരിക്കുന്നതിനും ജീവിക്കുന്നതിനും ഒക്കെ ഒരേ ഒരു ജീവ വെളിച്ചം വചനമാണ് അപ്പച്ച. ആ വചനത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ വചനം ക്രിസ്തുവാണെന്നും വചനം ആത്മാവ് പരിശുദ്ധാത്മാവ് ദേഹരൂപമായിട്ട് വന്നത് വചനമാണെന്നും ആ വചനം ക്രിസ്തുവാണെന്നും ക്രിസ്തുവിൻ്റെ പേര് ദൈവവചനമാണെന്നും പഠിപ്പിച്ച് ഞങ്ങളെ ഉറപ്പിച്ചതിന് നന്ദിയോടെ സ്തോത്രം. ഈ വചനത്തിൽ നിന്ന് ഞങ്ങൾ മാറല്ലേ അപ്പച്ച. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ബുക്ക്, ഈ വേദപുസ്തകം ലോകം മുഴുവനും വീണ്ടും ജീവൻ വെപ്പിച്ച് റിവൈവ് ചെയ്യണം. പല അമേരിക്കൻ സ്റ്റേറ്റുകളിലും 10 കൽപ്പനകൾ തിരിച്ചു കൊണ്ടുവന്ന് സ്കൂളുകളിൽ പ്രാർത്ഥന തിരിച്ചു തുടങ്ങിയെന്ന് കേട്ടല്ലോ. എല്ലാ ഭവനങ്ങളിലും പ്രാർത്ഥന തിരിച്ചു വരട്ടെ. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കുടുംബമായി മാറട്ടെ. നാഥൻ ചെയ്യുന്ന വലിയ നന്മയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ ഞങ്ങൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മേലേക്കും അയക്കുന്നു. അപ്പോൾ അത് ചെന്ന് കൊള്ളിപ്പിച്ച് പ്രവർത്തിക്കാതെ തിരിച്ചു വരരുത്. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. അർത്ഥം വലിയൊരു ഗണമായിട്ട് നിൻ്റെ പുറകെ വരുന്നത് കാണുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.